ഇനി ഈ കോളേജിന്റെ ചരിത്രം ഇത് ഒരു 8-10 മണിക്കൂറുകൾ സംസാരിച്ചാലും ഇത് എന്തായി എന്ന് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ അപ്പോൾ വർഷങ്ങൾ മുമ്പ് 1978 ജൂലൈ മാസം 15-ാം തീയതിയാണ് ഞാൻ ഈ കലാലയത്തിൽ കാലുകുത്തുന്നത്. അന്ന് ആദ്യമായിട്ടാണ് ജോലി കിട്ടി, അഡ്വൈസ് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി ഞാനിവിടെ വരുന്നത്. എൻ്റെ നാട് കൊല്ലം. ഒരു 10-42 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുന്നു. ഈ കോളേജ് വളർന്നു. അതിനകത്തൊരു യാഥാർത്ഥ്യം, ഈ കോളേജ് വളർന്നതോടുകൂടി ഞാൻ വളർന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. കാരണം ഞാൻ വളർന്നതുകൊണ്ട് കോളേജ് വളർന്നതല്ല, കോളേജ് വളർന്നതോടുകൂടി കോളേജ് എന്നെ ഞാനാക്കി എന്നുള്ളതാണ്. അതിൻ്റെ പരിണതഫലമായിട്ടാണ് എനിക്ക് യഥാർത്ഥത്തിൽ ആരോഗ്യ സർവകലാശാലയുടെ ആദ്യത്തെ പ്രോ വൈസ് ചാൻസലറായാൻ ഉള്ള ഭാഗ്യം സിദ്ധിച്ചതും അതുകൊണ്ട് തന്നെ. 1978 ഞാനിവിടെ വരുമ്പോൾ ഒരു ജീർണിച്ച ഒരു കെട്ടിടവും ഒന്നുമില്ലാത്ത അന്ന് 40 കിടക്കയുള്ള ഒരു ആശുപത്രിയും അവിടെ ഒരു 20-25 രോഗികളാണ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടി. അന്ന് 30 നമ്മുടെ 30-40 ആണ് നമ്മുടെ ബെഡ് സ്ട്രെങ്ത്. 30 എൻ്റെ ഓർമ്മ. കുട്ടികളുടെ ഇൻടേക്ക് പഠിക്കുവാൻ വേണ്ടി ഒരു ദിവസം ഒരു 25-30 രോഗികൾ വന്നില്ലെങ്കിലായി. അതും പ്രധാനമായും ഈ ഭക്ഷണം കിട്ടും, ഉച്ചഭക്ഷണം സുഭിക്ഷമായിട്ട് രോഗികൾക്ക് കിട്ടും എന്നുള്ളത് കഴിക്കാൻ ആരും ആശ്രയമില്ലാത്ത കുറച്ച് ആളുകൾ അവിടെ രോഗികളായിട്ട് ഇതായിരിക്കും ഒരവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് യഥാർത്ഥത്തിൽ കുറച്ച് രോഗികൾ അന്ന് കണ്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കുഞ്ഞൻ വൈദ്യൻ്റെ മെഡൽ അവാർഡ് ദിനം ഉണ്ടായിരുന്നു. ആ കുഞ്ഞൻ വൈദ്യനെ കാണാൻ കുറച്ച് കുട്ടികളുമായി ദൂരസ്ഥലത്തു നിന്നൊക്കെ വന്ന് നിൽക്കുന്ന കുറേ കുട്ടികളെ അല്ലാതെ മറ്റു കൂടുതൽ രോഗികളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഒരു 10-30 രോഗികളായിരുന്നു നമ്മുടെ ഇൻടേക്കെങ്കിൽ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നൊന്ന് തിരിഞ്ഞു നോക്കണം. ഇനി അത്രയും യാതനകൾ ഓരോരുത്തരും അനുഭവിച്ചതിൻ്റെ പരിണത ഫലമാണ് ഇനി നമ്മുടെ ഈ ആശുപത്രി സംശയം കൊണ്ട് നമുക്ക് കാണുന്നത്. ഈ ആശുപത്രി തന്നെ നമുക്ക് ആദ്യമേ 20 ബെഡുള്ള ഒരു ആശുപത്രി ISM ഡിപ്പാർട്ട്മെന്റ് കീഴിലായിരുന്നു. അത് 20 ബെഡുള്ള ആശുപത്രിയായിരുന്നു തൃപ്പൂണിത്തുറ ജംഗ്ഷനിൽ ഉണ്ടായിരുന്നത്. അത് പിന്നെ കോളേജ് നേരെ സംസ്കൃത പാഠശാലയിൽ നിന്നും തൃപ്പൂണിത്തുറ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയപ്പോൾ 40 ബെഡുള്ള ആശുപത്രിയാക്കി ഉയർത്തുകയും അത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഒരു സ്ഥാപനം ആയി മാറുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ നമ്മൾ 60 ബെഡുള്ള ആശുപത്രി 1982 അന്ന് KGR കത്തയാൻ തോന്നുന്നു മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്നാണ് ഇത് പോരാ, നമുക്ക് വലിയൊരു ആശുപത്രി സമുച്ചയം വേണം എന്നുള്ള ആശയം ഉണ്ടാവുകയും അതിൻ്റെ സ്ഥലമെടുപ്പ് യഥാർത്ഥത്തിൽ 1964 സ്ഥലമെടുത്തു. അത് 11 ഏക്കർ 64 സെന്റ് സ്ഥലം 4,82,00,000 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത്. എന്നിട്ടാണ് കെട്ടിടം പണിയാനുള്ള സാഹചര്യം നോക്കുകയും ഇത് ബഡ്ജറ്റിൽ പൈസ വകയിരുത്തിയത് 95-96 കാലഘട്ടത്തിൽ നമുക്ക് 9 കോടി രൂപ വകയിരുത്തിയിട്ട് 6 കോടി രൂപ റിലീസ് ചെയ്തു. പിന്നെ ഒരു 5 വർഷം അത് ശാപമോക്ഷം കിട്ടാതെ കുറേ തൂണും എല്ലാം ആയിട്ട് ഇങ്ങനെ നിന്നു. അതിന് ശേഷമാണ് വീണ്ടും പുനരുജ്ജീവനം 5 വർഷത്തിന് 2002 കൂടിയാണ് വീണ്ടും ഇത് പുനർജനിക്കുന്നത്.
വീണ്ടും ഇതാകണം. അതിൽ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. നമുക്ക് ഒരുപാട് സംഭാവനകൾ നമ്മുടെ പൂർവികർ ചെയ്തിട്ടുണ്ട്. അവരെ ഒന്ന് സ്മരിക്കാതിരിക്കുന്നത് ശരിയല്ല. അതിൽ ഈ കോളേജിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു അധ്യാപകനായിരുന്നു ഡോക്ടർ എം ഗോവിന്ദൻ. അതിനു മുമ്പോ അതിന് ശേഷമോ അത്രയും ഡെഡിക്കേറ്റഡായ ഒരു അധ്യാപകനെ കണ്ടിട്ടില്ല. മറ്റ് കോളേജുകൾക്കെല്ലാം മാതൃക എന്നുള്ള നിലയിൽ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഹെർബൽ ഗാർഡൻ. ഈ കോളേജിൽ മാത്രമേ ഉള്ളൂ. ഇതിന്റെ നേരെ താഴെ ഇവിടെ ഒരു ഹെർബൽ ചെടിച്ചട്ടിയിൽ വളർത്തുന്ന എത്രയോ ചെടികളായിരുന്നു. അതാണ് ഞാൻ കാണുമ്പം ഉള്ള ഈ കോളേജിന്റെ ഒരു പ്രത്യേകത. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ ഒരു അധ്യാപകന്റെ കഴിവും അതിനുശേഷം അതിന് മുമ്പുണ്ടായതെല്ലാം അത് അദ്ദേഹത്തെ സ്മരിക്കാതെ ഈ ഏത് ദിനാഘോഷമായാലും അദ്ദേഹത്തെ സ്മരിക്കാതെ പോകുന്നത് ഉചിതമല്ല. അതിനുശേഷം 2003, 2004 2 കോടി രൂപയും കൂടെ നമുക്ക് അനുവദിച്ചു. ഈ കാലഘട്ടത്തിലാണ് മുമ്പേ ഡോക്ടർ ശ്യാമള പറഞ്ഞതുപോലെ ഇതെങ്ങനെ ചെയ്യണം. അപ്പം അതിന് നമ്മൾ മന്ത്രിതലത്തിലും MLA-യും എഞ്ചിനീയറെയും എല്ലാവരെയും കൂടെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാണ് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള നിർമ്മാണം നമ്മൾ ആസൂത്രണം ചെയ്തത്. അങ്ങനെയാണ് ഇത് 2005 നമുക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. ഇനി ഇതിൻ്റെ ലേഔട്ട് എല്ലാം തുറന്നു നിന്നെങ്കിൽ പോലും ഇതെല്ലാം അടിമുടി മാറ്റിച്ചു. ഉദാഹരണത്തിന് ഒരു ഫ്ലോർ 29,041 സ്ക്വയർ ഫീറ്റാണ്. ടോട്ടൽ പ്ലിന്ത് ഏരിയ 1,45,195. ഇതിൽ വെറും 18,000 സ്ക്വയർ ഫീറ്റ് ഏരിയ മാത്രമേ മാർബിൾ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മൾ 91,000 സ്ക്വയർ ഫീറ്റായി അത് മാറ്റി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവിടെയുള്ള മിനി AC ഓഡിറ്റോറിയം ഇതൊന്നും പ്ലാനിലുള്ളതല്ല. ഇതെല്ലാം നമ്മൾ ചെയ്യിച്ചതാണ്. ചെയ്യിക്കുകയും അതിൻ്റെ നൂലാമാലകൾ എന്തുണ്ടെങ്കിലും നമ്മൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. എന്തായാലും ഈ 22/9/97 ഇതിൻ്റെ പണി തുടങ്ങിയതാണ്. നമ്മൾ 17/12/2005 ഇത് നമ്മൾ ഉദ്ഘാടനം ചെയ്യിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഇതിൽ എത്രയോ ഇനി രാഷ്ട്രപതിയെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. അന്ന് നമ്മളും കുട്ടികളും എല്ലാം ചേർന്ന് അതിനകത്തുള്ള പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ APJയെ നമുക്ക് അറിയത്തില്ലായിരുന്നു. അറിയാം, ഇന്ത്യയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും പിന്നെ ഈ രാമേശ്വരത്ത് വീടുകളിൽ പേപ്പർ ഇട്ടുകൊണ്ട് നടന്ന ഒരു പയ്യനെയും, പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ലോഡ്ജിൽ ഞങ്ങൾ പോയി കാപ്പി കുടിക്കുന്ന ലോഡ്ജിൽ കാപ്പി കുടിക്കാൻ വരുന്ന ഒരു ISROയിലെ ഒരു ജീവനക്കാരനെ ഇന്നും യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഇദ്ദേഹത്തെ നമുക്കറിയാമല്ലോ എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്നതിൽ പറഞ്ഞാൽ അതൊരു സാഹസികമായ കാര്യം തന്നെ ആയിരുന്നു. അപ്പം നമ്മുടെ കുട്ടികളും നമ്മളും എല്ലാം ഞങ്ങൾ നേരിട്ട് തന്നെ ഇമെയിൽ അയച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു, പ്രസാദ്. അദ്ദേഹത്തിനുമായിട്ടൊരു വ്യക്തിബന്ധം സ്ഥാപിച്ചു ആണ് ഇത് കൊണ്ടുവന്നത്. ഇനി ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ശ്രീ EK ഭരത്ഭൂഷൺ എന്ന് പറയുന്ന അന്ന് നമ്മുടെ ഹെൽത്ത് സെക്രട്ടറിയും അതല്ല നമ്മുടെ മുൻ ഹെൽത്ത് സെക്രട്ടറിയും ആ ഹെൽത്ത് സെക്രട്ടറിയാണ് ഈ കെട്ടിടം പണിയാൻ നമ്മളുടെ നേരിട്ട് ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് ഇതിൻ്റെ ശോചനീയാവസ്ഥ കാണിച്ച് ആ EK ഭരത്ഭൂഷണാണ് ഇതിൻ്റെ പ്രാഥമിക സഹായം ചെയ്തു തന്നത്. അദ്ദേഹം അതിനുശേഷം ഈ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയായി. അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു ഈ അലോട്ട്മെൻ്റ് എല്ലാം നടത്തുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യിച്ചത്. അദ്ദേഹത്തിന് സഹായം ഇല്ലായിരുന്നെങ്കിൽ യാതൊരു സംശയമില്ല APJ ഇവിടെ വരില്ലായിരുന്നു. അങ്ങനെ ചിട്ടയായ ഉള്ള രീതിയിൽ APJ വരുന്നത് കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള റോഡായി എല്ലാം ടാർ ചെയ്ത് മെനയായി. പിന്നെ APJ ഇവിടെ കാല് കുത്തിയത് കൊണ്ടുള്ള, അപ്പം ഞാനത് നമ്മുടെ ഈ ഗായകനോട് ചോദിച്ചു, ഞാനൊരു പാട്ട് അങ്ങ് ഓർത്തു.
ഞാനത് ചോദിച്ചു, ഇത് വാഴ്വേ മായം എന്ന സിനിമയിലല്ലേ? അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ആ പാട്ടൊന്ന് പാടണം. അപ്പോൾ എന്ന് വെച്ചാൽ കാൽവിരൽ കൊണ്ടൊന്ന് തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മൂർത്തിയെ സീതാദേവി സ്വയംവരം ചെയ്തു. ആ പാട്ട് APJയുടെ പാദസ്പർശം ഈ കോമ്പൗണ്ടിൽ തൊട്ടതോടു കൂടി തന്നെ നമുക്ക് ലഭിക്കാതെ കിടന്നതായ പോസ്റ്റ് ഗ്രാജുവേഷന് അനുവദിച്ചു എന്നുള്ളതാണ്. അത് ഇദ്ദേഹം അന്ന് പോയതിനു ശേഷവും ഇദ്ദേഹത്തിൻ്റെ ഓഫീസും CCLുമായിട്ട് രജിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ശല്യതന്ത്രം PG ആദ്യത്തെ PG ആണ് നമുക്ക് കിട്ടിയത്. യഥാർത്ഥത്തിൽ APJയുടെ ആ പാദസ്പർശം ഏറ്റതിന് ശേഷം ഉണ്ടായ ഒരു വ്യതിയാനം. പിന്നെ നമ്മുടെ റോഡുകളെല്ലാം ഉണ്ടായി. അതിന് മുമ്പ് തന്നെ നമുക്കിവിടെ അത് എക്സ്റേ ആംബുലൻസ് ഇതൊക്കെ നമുക്ക് അന്ന് കിട്ടിയത്. എക്സ്റേ കിട്ടിയത് ഇതും മരിച്ചുപോയ ഡോക്ടർ മധുസൂദനൻ സാറുടെ പ്രിൻസിപ്പലായിരിക്കുമ്പോഴാണ്. ഈ ആംബുലൻസ് കിട്ടിയത് EK മധുസൂദൻ സാർ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്. ഇങ്ങനെ ഔദ്യോഗിക തലത്തിൽ നിന്നുള്ള ഇതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കിട്ടിയത്. പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ തുറപ്പ് ചീട്ട് ഇറക്കുന്നത് എവിടെ ചെന്നാലും നമുക്ക് ഇത് ഇലക്ട്രിസിറ്റി ബോർഡ് കണക്ഷൻ തന്നില്ലായിരുന്നു. ആ ഇലക്ട്രിസിറ്റി ബോർഡുകാർ കണക്ഷൻ തന്നത് അടുത്ത പ്രാവശ്യം APJ കൊച്ചി സന്ദർശിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു, എനിക്ക് പാസ് കിട്ടി അന്ന് APJയെ കാണാൻ. അന്ന് APJ പറഞ്ഞത് ഒരു മൊബൈൽ ക്ലിനിക്ക് നിങ്ങൾ ഉണ്ടാക്കണം. APJ നമുക്ക് തന്നതായ നിർദ്ദേശം അതായിരുന്നു, നിങ്ങൾ കോളേജ് ക്യാമ്പസിലോ ഈ ആശുപത്രിയിലോ ഇരുന്ന് ചെയ്താൽ പോരാ, നിങ്ങളൊരു മൊബൈൽ ക്ലിനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാനത് മൊബൈൽ ക്ലിനിക്ക് ഉണ്ടാക്കാൻ നമ്മുടെ അധ്യാപകരും ആയിട്ട് എല്ലാവരും ചർച്ച ചെയ്ത് മൊബൈൽ ക്ലിനിക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് അതിഭയങ്കര ഒരു വിജയമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ആളുകൾ സ്റ്റാഫും മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ടീം ആദ്യമേ നമ്മൾ ആലോചിച്ചു, ഈ മഞ്ഞപ്പിത്തത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഞങ്ങൾ ആലോചിച്ചു, ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കി, ഞങ്ങൾ മരുന്നുണ്ടാക്കി, നമ്മുടെ ഇവിടുത്തെ ലാബുമായിട്ട് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള ഒരു SNDPയുടെ ഹോളിൽ ഒരു മാസത്തെ കുട്ടികളെ ക്ലാസ്സിൽ കയറ്റാതെ സൈറ്റിൽ ഇറക്കി പണി ചെയ്യിച്ചു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ആദ്യമേ സർവേ നടത്തി എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ന് കണ്ടുപിടിച്ചപ്പം നോക്കിയപ്പോൾ അവർ കുടിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ മാലിന്യമായ അഴുക്കിൽ നിന്നും അവിടുത്തെ കിണറുകളെല്ലാം മാലിന്യമായതിന് സംജാതമായ ആ വെള്ളം കുടിച്ചത് കൊണ്ട് സംജാതമായ ജോണ്ടിസായിരുന്നു. അതിൽ പ്രതിവിധി നമ്മൾ ഒരാഴ്ച മരുന്ന് കൊടുക്കും, അടുത്ത ആഴ്ച അവർ ബിലിറൂബിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറയും. അതേപോലെ ഒരു മൊബൈൽ ക്ലിനിക്ക് നമ്മൾ സ്ഥാപിച്ചു. 1.5 മാസം നമ്മൾ സ്ഥിരം അവിടെ നമ്മുടെ ആളുകൾ വണ്ടിയായിട്ട് പോകും. പക്ഷെ നമ്മുടെ ആളുകളോട് അവിടുത്തെ വെള്ളം കുടിക്കരുത്, നിങ്ങൾ ഇവിടുന്ന് വെള്ളവും ഭക്ഷണവും കൊണ്ടുപോയിക്കൊള്ളണം. അതുപോലെ തന്നെ മാരാരിക്കുളം ചിക്കൻ ഗുനിയ ബാധിച്ചപ്പോൾ മാരാരിക്കുളം ഏരിയയിൽ നമ്മുടെ എൻ്റെ സ്റ്റുഡൻസിനെയും വണ്ടികളിൽ അവിടെ ഒരു 200-300 ക്യാമ്പുകൾ നമ്മൾ നടത്തി. അങ്ങനെ കുട്ടികളെ നമ്മൾ വെളിയിലിറക്കി നാട്ടുകാർക്ക് വേണ്ടി. എന്നിട്ട് മാരാരിക്കുളത്തും പുത്തൻകുരിശിലും നമ്മൾ ഓരോ ഗ്രാമം ദത്തെടുത്തു. ആരോഗ്യ സർവേ 1 വർഷത്തേക്ക് അവരെ ദത്തെടുത്തു. ഇങ്ങനെ കുട്ടികളെ വെളിയിലിറക്കി. യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ ഒരിക്കൽ പോയപ്പോഴും നമ്മുടെ തമിഴ്നാട്ടിൽ വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ഒരു സിസ്റ്റമാണ്. ക്ലാസ്സിലെ പഠിത്തമല്ല. നേരത്തെ ജോണ്ടിസ് ചികിത്സിക്കാൻ ഇപ്പോൾ അന്ന് പോയ ഹൗസ് സർജന്മാരും പറയുകയാണെങ്കിൽ സാർ അടുത്ത വർഷം വന്നപ്പോൾ ഞങ്ങൾക്ക് ജോണ്ടിസ് ചികിത്സിക്കാൻ ഒരു ഭയവുമില്ല. ഞങ്ങൾ നേരിട്ട് കണ്ടു ഇതെങ്ങനെ അസുഖം കുറയുന്നത്, ആരോഗ്യവാനായി മാറുന്നത്. അതുപോലെ നമ്മൾ കുട്ടികൾക്ക് പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ക്ലാസ് മുറിക്കകത്തല്ല, നമ്മൾ വെളിയിലിറങ്ങി സമൂഹത്തിൽ നിന്നുകൊണ്ട് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഏർപ്പെടണം. ഇങ്ങനെ നടന്നതായ സർവേയുടെ ഡീറ്റെയിൽസും ഡോക്ടർ മുരളിയെ കൊണ്ട്
ഞാനത് തയ്യാറാക്കി. അബ്ദുൽ കലാം വന്നപ്പം ഈ കോളേജിൽ നമ്മൾ ഈ ഒരു കൊല്ലം കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു പുസ്തകത്തിൻ്റെ കെട്ട് റിപ്പോർട്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു. അദ്ദേഹം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ അത് പറയുമ്പോൾ ഇവിടെ വരുമ്പം തന്നെ ഈ ഡോക്ടർ മുരളി ഇവിടെ സൂചിപ്പിച്ചു, എനിക്ക് കസേരയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കസേരയൊന്നും വേണ്ട, എനിക്കിത് നടന്നാൽ മതി. ഞാനിങ്ങനെ വന്ന് ബാക്കി ഇരിക്കുമ്പോഴാണ് സെക്യൂരിറ്റിക്കാരെ എന്നെ പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തിൻ്റെ അരിക്ക് ഒരു കസേരയിട്ട് എന്നെ അതിലിരുത്തി. അടുത്ത ദിവസം പത്രമൊക്കെ അതിഭയങ്കരമായിട്ട് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്തു. മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും മുതൽ അതൊക്കെ ഞാൻ എടുത്ത് പേപ്പർ കട്ടിങ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലെ ഇത്രയും എനിക്ക് ഒരിക്കലും മറക്കാനൊക്കാത്ത, എനിക്കും എൻ്റെ കുട്ടികൾക്കും മറക്കാനൊക്കാത്ത ഒരു സുദിനമാണ്. കുട്ടികളൊക്കെ എത്രയോ നാൾ കഷ്ടപ്പെടും, അത്രയും വികാരമായ ഒരു സന്ദർഭമായിരുന്നു. അതിനുശേഷം നമ്മുടെ തെലങ്കാനയിലെ ഇപ്പോഴത്തെ MD ആയിരുന്ന അന്നത്തെ ജില്ലാ കളക്ടർ ഡോക്ടർ മുഹമ്മദ് ഖലീഫ്, ഇദ്ദേഹത്തിൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം പെൻഷനാവാൻ പോകുക. ആരാ? നമ്മുടെ APJ പെൻഷനാവാൻ പോയ ഇദ്ദേഹം കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ആദ്യം തിരക്കിയത് ആ കൊച്ചു പ്രിൻസിപ്പലിന് സുഖമാണോ കോളേജ്. അപ്പോൾ അത് APJ ഇവിടെ ഫംഗ്ഷനിൽ വന്നപ്പം അയ്യോ രത്നാകരൻ ഞാൻ പറയാൻ മറന്നുപോയി, രത്നാകരനെ ഇപ്പോഴും അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒന്ന്, ഇവിടെ സാധാരണ ഒരു പ്രസിഡന്റിന് ഒരു 10-500 പേരുടെ ഗാദറിങ്സാണ് കിട്ടാറുണ്ടെങ്കിൽ ഇത് 5000-ൽ പരം ആളുകളുടെ ഗാദറിങ്സാണ്. ഈ സ്റ്റേഡിയം ഇത് മൊത്തവും നിറഞ്ഞ് കവിഞ്ഞ റോഡിലെല്ലാം നമ്മൾ CCTVയും വെച്ചായിരുന്നു ഫംഗ്ഷൻ നടത്തുന്നത്. അത്രയും ഭയങ്കരമായ ഒരു സംഭവമായിരുന്നു. എന്തായാലും ഇന്ന് എന്തുകൊണ്ടും നമ്മുടെ ഓരോ OPയും ഇന്ന പ്രത്യേകിച്ച് പറയാനില്ല, ഒന്നുമില്ലാതെ കിടന്ന OPകൾ പോലും എല്ലാം അതിൽ കയറുമ്പോഴും ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ മുഖ്യ സമയവും ഇതിനകത്താണ്. ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ, ഭാര്യയ്ക്ക് ഇപ്പോഴും പരാതിയാണ്, എൻ്റെ ഭാര്യയും മക്കളെയും സ്നേഹിച്ചതിൽ കൂടുതൽ ഞാൻ എൻ്റെ കലാലയത്തെ സ്നേഹിച്ചത് അത്രയും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്തു. നേരത്തെ ഒരു എന്നെ വിളിച്ചിരുന്നു, പക്ഷേ എനിക്കൊന്നും യൂണിവേഴ്സിറ്റിയിലായിരുന്നു വരാൻ പറ്റില്ല. ഇത്രയും ഒരു മഹനീയമായ ഇത് ഇനിയും ഇവിടെ ധാരാളം വളർച്ചകൾ വരാനിരിക്കുന്നു. പ്രിൻസിപ്പലിവിടെ സൂചിപ്പിച്ചു. ഞാൻ പ്രിൻസിപ്പൽ വന്നപ്പോഴേ പറഞ്ഞു, ഇനി മുമ്പ് ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ എല്ലാ പ്രിൻസിപ്പൽമാരും 2-3 അന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വരും, തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞ് പോകും, പിന്നെ 2 ആഴ്ച പ്രിൻസിപ്പലിനെ കാണത്തില്ല. പ്രിൻസിപ്പൽ പോകുന്നതോടുകൂടി അധ്യാപകരെല്ലാം അവരുടെ പാട്ടിന് പോകും. അത് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ സൗകര്യമുള്ള ഒരു ക്ലാസ്സിൽ കയറി. ഈ ഒരു സ്ഥിതി ഞാൻ മാറ്റിയെടുത്തു. അതാണ് എനിക്ക് കിട്ടിയ ഒരു ഇതെന്ന് പറയുന്നത്. ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ല, സാറന്മാർ ഇവിടെ വന്നില്ലെങ്കിൽ ശമ്പളമില്ല. അത്ര ഇതായിട്ട് ഈ കലാലയത്തിലെ വിദ്യാർത്ഥികളെ 100% റിസൾട്ട് നേടിയെടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ 100% റിസൾട്ടും കിട്ടിയിട്ടാണ് പോയത്. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ടും 2-3-4 കൊല്ലമൊക്കെ ഈ ഇവിടെ നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അത് കുട്ടികളുടെ ഭാഗത്തൊന്നും വരാതെ അത് മാറ്റിയെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ പറയുവാനുള്ളത്. മറ്റേത് കോളേജിലും ഇല്ലാത്തതായ ഇനി അതിൽ പറയാനുള്ള വേറൊരു കാര്യമാണ്. അന്ന് ഞങ്ങൾ അടിച്ചിറക്കിയ ഒരു നോട്ടീസാണ്. ഏതാ? ഈ അബ്ദുൽ കലാമിനെ ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് മുരളി ഇപ്പോൾ പറഞ്ഞത് ഞാനതൊന്ന് വായിക്കാം. പക്ഷേ ഇത് എൻ്റെ വിവരദോഷം കൊണ്ട് ചെയ്തതാണ്. കാരണം ഈ മുഖ്യമന്ത്രിയുള്ള 5-6 മന്ത്രിമാർ പങ്കെടുത്ത ഒരു 6-7 മന്ത്രിമാർ പങ്കെടുത്ത ഒരു ചടങ്ങ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇവരോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? വേണമെങ്കിൽ എന്നെ സസ്പെൻഡ് ചെയ്ത് വെളിയിൽ നിർത്താം. എങ്ങനെ ഇത് എഴുതാൻ തോന്നി എന്ന് പോലും അത് നമ്മൾ എഴുതിയേക്കുന്നത് മാന്യമിത്രമേ, ആയുർവേദത്തിൽ തന്നെ അഭിമാനകരമായ 5 നിലയിൽ തീർത്ത തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുള്ള പുതിയ ആശുപത്രി സമുച്ചയം
എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. ഈ ഡിസംബർ 18-ാം തീയതി ഞായറാഴ്ച, അത് യഥാർത്ഥത്തിൽ ഒരു ദിവസം മുമ്പേ ഇവിടെ വന്നു, 17-ാം തീയതി ആയിരുന്നു നമ്മുടെ ഉദ്ഘാടന കർമ്മം നടന്നത്. ഈ ഡിസംബർ 18-ാം തീയതി ഞായറാഴ്ച ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം കൊച്ചിയിൽ എത്തുന്ന അവസരത്തിൽ അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാവുന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ 15-ാം തീയതി അടുത്ത് മാത്രമേ ഇത് ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കുകയുള്ളൂ. രാഷ്ട്രപതിയെ ചടങ്ങിന് ലഭിക്കും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് നമ്മൾ. സമയക്കുറവ് മൂലം പൂർണ്ണാനുമതിക്ക് ശേഷം ക്ഷണിക്കുക പ്രായോഗികമല്ല. ആയതിനാൽ ഇതൊരു ക്ഷണമായി കരുതി മറ്റു സുഹൃത്തുക്കളോടൊപ്പം 18-12-2005 ഞായറാഴ്ച ഇവിടെ എത്തി ഈ മഹനീയ മുഹൂർത്തം ധന്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി രാഷ്ട്രപതിയെ ലഭിക്കാതെ വരുന്ന പക്ഷം മറ്റൊരവസരത്തിൽ മാത്രമേ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുകയുള്ളൂ. ഇങ്ങനെ യഥാർത്ഥത്തിൽ നമുക്കൊരു സർക്കാർ ഉദ്യോഗത്തിന് അടിച്ചമർത്തത്തില്ല. എന്തോ അന്നത്തെ വിവരദോഷമാണ് അങ്ങനെ അടിക്കുകയും ഇനി അന്ന് തൊട്ടേ നിറഞ്ഞു തുടങ്ങാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഈ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ ഒരു ബാച്ചിലെ ഒരു കുട്ടിയെ ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിച്ചു, ഇവിടെ വരണം. അങ്ങനെ അവരുടെ ബാച്ച്മേറ്റ്സിനോട് എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ 10-35 ബാച്ചിലെ കുട്ടികളോട് ഓരോരുത്തരോട് പറഞ്ഞ അവർ സംഘടിച്ചാണ് ഇവിടെ ജനപ്രളയം അങ്ങുണ്ടായത്. അങ്ങനെയാണ് നാട്ടുകാർ ഇവിടെ ഇളകി മറിഞ്ഞത്. എന്തു പറഞ്ഞാലും നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കാത്തതായ ഒരു ഇതായിരുന്നു. ഇനി അതിനേക്കാളും വലിയ നമ്മുടെ ഈ കോംപ്ലക്സ് ഒക്കെ വരുമ്പോൾ ഇതിനേക്കാളും വലിയ ഒരു കെട്ടിടം ഉണ്ടാകണം. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യഥാർത്ഥത്തിൽ ഞാനൊരു ആയുർവേദ വൈദ്യനല്ല, ഒരു എഞ്ചിനീയർ ആകേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ മേലധികാരികൾ പറയാറ്. കാരണം ഞാൻ എവിടെ ചെന്നാലും അവിടെ കെട്ടിടം പണിയും. എവിടെ ചെന്നാലും ഇവിടെ കെട്ടിടം ഈ പണിയ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പണിയും. ഇതിനകത്ത് ഇനി എവിടെയാണോ ലേഡീസ് ഹോസ്റ്റലൊക്കെ ഞാൻ പണിയിച്ചതാണ്. ലേഡീസ് ഹോസ്റ്റൽ, ആശുപത്രി, ഇതെല്ലാം. പിന്നെ രണ്ടാമത് വന്നതും അതും സെൻട്രലിൻ്റെ പൈസ, ഞാൻ കൊണ്ടുവന്ന പൈസയാണ്. രണ്ടാമത്തെ PG ബ്ലോക്ക് എന്ന് പറഞ്ഞ് പണിയിച്ചതും കൊണ്ടുവന്ന പൈസ. ഇനി ഇവിടുന്ന് നേരെ തിരുവനന്തപുരത്തെ DAME ഓഫീസിൽ പോയി അവിടെ പണി തീരാതെ കിടന്നതായ DAMEയുടെ ഓഫീസിൽ ഞാൻ പണി തീർത്ത് ഉദ്ഘാടനം നടത്തി. മറ്റൊന്നുമല്ല, എൻ്റെ പേരവിടെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ചത്തുപോയാലും അവിടെ കാണാനായി യൂണിവേഴ്സിറ്റിയിൽ പോയി. നിങ്ങൾ കുഹാസ സന്ദർശിച്ച് കാണുമല്ലോ. ആ മഹനീയമായ കെട്ടിടം 24 മാസമായിരുന്നു കാലാവധിയെങ്കിൽ 27 മാസം കൊണ്ട് ആ 6 നില കെട്ടിടം പണിത് തീർത്തു. അതിനുശേഷം ഓഡിറ്റോറിയം മാത്രമാണ് പുതുതായിട്ട് അതിനകത്തുണ്ടായത്. അതിനടുത്താണ് ഇവിടെ നമ്മുടെ തൃപ്പൂണിത്തറ. അത് നിങ്ങൾക്ക് ചരിത്രം അറിയത്തില്ല. അത് ഫോട്ടോയൊക്കെ എടുത്ത് MLA ആയിട്ട് യുദ്ധം ചെയ്ത് പിന്നെ ബസ് സ്റ്റാൻഡാക്കാൻ പോവുകയാണ്. തൃപ്പൂണിത്തറ ജംഗ്ഷനിലെ കെട്ടിടം ബസ് സ്റ്റാൻഡാക്കാൻ പോവുകയാണ്. ഡോക്ടർ മുരളി എത്രയോ ലേഖനങ്ങളാണ് അതിനുവേണ്ടി എഴുതിയത്. പിന്നെ സ്റ്റേഡിയം പണിതാൻ പോകുന്നു. നമ്മുടെ ബോയ്സ് സ്കൂളിൻ്റെ സ്റ്റേഡിയം പണിതത് ഇങ്ങോട്ട് കയറ്റി പണിയുന്നു. പിന്നെ അത് എന്നിട്ട് ബസ് സ്റ്റാൻഡാക്കുന്നു. ഈ സന്ദർഭത്തിലാണ് ഞങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ അത് നന്ദി പറയേണ്ടത് യഥാർത്ഥത്തിലെ നമ്മുടെ ഇപ്പോഴത്തെ PVC ഡോക്ടർ നളിനാക്ഷനാണ്. ഈ ഞാൻ എഴുതിയ കത്തുകൾക്കെല്ലാം മറുപടി ഇവിടെ ഓഫീസിൽ ഇങ്ങനെ ഡമ്പടിച്ച് കിടന്നപ്പോൾ നളിനാക്ഷൻ പ്രിൻസിപ്പലായി വന്നതിന് ശേഷമാണ് അതിനൊരു മറുപടി കൃത്യമായി എഴുതി. അത് 33 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അത് ഏപ്രിൽ ഉദ്ഘാടനം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് നമ്മുടെ കോളേജിൻ്റെ ലേവൽ നിലനിർത്താൻ കോളേജിൻ്റെ 2 OP അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും. അത് നമ്മുടെ കണ്ടീഷനാണ്. ആയുർവേദ കോളേജ് തൃപ്പൂണിത്തറയ്ക്ക് അതിൻ്റെ അവകാശം യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ പോലും ആയുർവേദ കോളേജ് തൃപ്പൂണിത്തറയ്ക്ക് റിസർച്ചും മറ്റ് സൗകര്യത്തിനും വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന 2 OP വിങ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും അത് നടക്കുന്നത്. അത് പരിപൂർണമായിട്ടും ആയില്ലെങ്കിൽ പോലും ഒരു 4 നിലയെങ്കിലും പ്രവർത്തന സജ്ജമാക്കും. അതാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇപ്പോഴും ഞാൻ അവിടുത്തെ ഔദ്യോഗിക ഒരു വരവാകി അല്ലെങ്കിൽ പോലും ഞാൻ ഒരാഴ്ചയിൽ ഒരിക്കൽ അവിടെ പോയി അതിൻ്റെ നിർമ്മാണം വിലയിരുത്തും. കോൺട്രാക്ടർ എന്നെ വിളിക്കും.
അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ നിർമ്മാണം പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തലമുറയ്ക്ക് പിന്നെ സന്തോഷിക്കാൻ ഏറെ വകയുണ്ട്. ഇതെല്ലാം ഞങ്ങളെല്ലാം ആയി എന്നുള്ളൊരു മനോഭാവം വേണ്ട. ഇനി എത്രയോ നമ്മൾ മുന്നോട്ട് പോകാനുണ്ട്. ഇനി നമ്മൾ നല്ല വേറെ ഇത് ഇപ്പം യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥലമില്ലാന്നൊരു സ്ഥിതി വന്നു. നേരത്തെ പിഴറിലൂടെയൊക്കെ കുറിയിട്ടതാണ്. ഇത്രയും സ്ഥലം എന്തിനാണ് ഇപ്പം യഥാർത്ഥത്തിൽ ഇനിയും നമുക്ക് ഇതേപോലുള്ള നല്ല ആശുപത്രി സമുച്ചയങ്ങൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ അപ്പുറത്ത് വേറെ സ്ഥലങ്ങളുണ്ട്. മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് പണിത് കുട്ടികൾക്ക് എപ്പോഴും അവിടെ കയറി ചെന്ന് പഠിക്കുവാനും മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായി ഈ സ്ഥാപനത്തിലെ അധ്യാപകരാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ പ്രോ വൈസ് ചാൻസലറും DAMയും ഒക്കെ ആണെന്ന് പറയുന്നതിലും എനിക്കാഗ്രഹം, എനിക്കിഷ്ടം ഞാൻ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു എന്ന് പറയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് സംഘാടകരോടും പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.